ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷൂട്ട് ചെയ്തത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കുറുമയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഹിസുവിന് വയ്യാതായിട്ട് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോകണം. അവൾക്ക് പനിയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആയിരു കരഞ്ഞപ്പോൾ അവളെ എടുത്തിട്ട് പോയിട്ടമ്മ. അപ്പോൾ അവർ വരുമ്പോഴത്തേന് ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ തൊലിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്നാ വന്നാൽ വേഗം വേഗം നമുക്ക് പണികൾ നോക്കാമല്ലോ. അപ്പം അങ്ങനെ ഉള്ളി തൊലിക്കൽ കഴിഞ്ഞപ്പോഴത്തേന് അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പല്ലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഉള്ളി തൊലിക്കായിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ദോശ ചുടാനായിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ദോശ തിന്നൊന്നും മടുത്തിട്ടോ. ഇവിടെ ഇപ്പാക്ക് രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ ദോശ തന്നെ വേണം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കും. ഇടയ്ക്ക് ഇങ്ങനെ മട്ടിപ്പ് വരും ഈ ദോശ കാണുമ്പോൾ തന്നെ. സോ എന്നാലും ഉണ്ടാക്കിയിട്ട് കഴിച്ചു. പിന്നെ ഉച്ചക്ക് നല്ല അടിപൊളി നെയ്ച്ചോറും ഇതൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന് പിന്നെ ഒരു കഥ ഉണ്ട്. ആ കഥയാണ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതാ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐറോസിനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ അവളവിടെ ഫോണിൽ എത്തിക്കുകയാണ്. അതാ പിന്നെ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം തുടച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത് കഴിയുമല്ലോ. പിന്നെ അതാ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു 11:30 മണിക്ക് കഴിഞ്ഞപ്പോൾ ഐറു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ ഉറക്കി കിടത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ആൾക്കാരെല്ലാവരും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താത്തയും കുട്ടികളും അമ്മായിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി കേക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ കേക്ക് കേട്ടോ. നല്ല ടേസ്റ്റാണ് അവൾ ഉണ്ടാക്കുന്ന കേക്ക് കേട്ടോ. അധികം ഓവർ മധുരം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മട്ടിക്കില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആക്കിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി പിന്നെ ഐറോണിയും മാറ്റിയിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ടിരുന്നു. മാറ്റിയൊരുങ്ങിയ പിന്നെ അത് നിർബന്ധമല്ലോ. അപ്പത്തിന് പിന്നെ മാമയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തിയിട്ടില്ല. മേമയും മറൂഫും കൂടി വരാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേനും അവരെത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇമ്മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്മാൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂളിലായിരുന്നു കേട്ടോ. അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ പിന്നെ വാങ്ങാനും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ വർഷങ്ങളായില്ല അതൊക്കെ എവിടെ എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ആധാറൊക്കെ പുതുക്കേണ്ട ടൈമായപ്പോൾ അങ്ങനെ അക്ഷയക്ക് പോയപ്പോഴാണ് ഇമ്മാക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുന്നത്. അപ്പോൾ അന്നിങ്ങനെ ഇതുവരെ അറിയണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്ന് ഉമ്മ ഫോൺ വിളിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്നതായിരുന്നു. ഉമ്മാൻ്റെ അറിയില്ലല്ലോ ഇതാകില്ലല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെ അന്നാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പം അന്നേ പ്ലാൻസ് ഇതാണ്. എന്തായാലും അടുത്ത വർഷം വരുന്ന ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെ വലിയ ആഘോഷമൊന്നുമല്ല. ജസ്റ്റ് നമ്മളൊന്ന് കേക്ക് കട്ട് ചെയ്യുന്നു. പിന്നെ കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിൽ അങ്ങനെ ഇതാകുന്നു. അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉമ്മാനെ പറ്റി പറയുകയാണെങ്കിൽ ഉമ്മാക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് വേണമെന്നോ ഇന്നതാകണമെന്നോ അങ്ങനെ ആഘോഷിക്കണമെന്നോ അങ്ങനെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാവില്ലേ നമുക്കൊക്കെ. അങ്ങനെ ഒരു ആഗ്രഹം പോലും ഇല്ലാത്ത ഒരാളാണ്. എങ്ങടേലും പോകണമെന്നോ അതാകണമെന്നോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ടാവില്ലേ. അങ്ങനെ ഒരു വ്യക്തിയാണ് ഉമ്മ. ഞങ്ങൾക്കും ഉപ്പാക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെ ഉമ്മാൻ്റെ ജീവിതം ഉമ്മ അങ്ങനെ ആയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഉമ്മാനെ കുറച്ചെങ്കിലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഹാപ്പിനെസ് ആക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് ആക്കി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഉമ്മാൻ്റെ ഹാപ്പിനെസ്. സോ ഇന്നത്തെ ഈ ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഉമ്മാക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടു. കാരണം ഇമ്മാൻ്റെ ഉള്ളിലും ഇങ്ങനെ ഇഷ്ടമാണ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പം അങ്ങനെ അല്ലാതെ ജീവിക്കണം എന്നുള്ളത് ഇമ്മക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടാ. അപ്പോൾ ഇത് കാക്കുവിൻ്റെ വകയുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അവനൊരു ഗോൾഡിൻ്റെ റിങ്ങാണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാഹ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് കണ്ടപ്പോൾ. ഞാനും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ താത്തി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇമ്മാക്ക് അതിലേറെ സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സനു ഫ്രെയിം ഉണ്ടാക്കിയതാണ്. നമ്മളെ ഫാമിലി ഫോട്ടോ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കുട്ടികളെയും എല്ലാവരും പാടെ വെച്ചിട്ടൊരു ഫാമിലി ഫ്രെയിം ഉണ്ടാക്കിയതായിരുന്നു. അത് മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ റയ്യു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. സ്വത്തുട്ടിയും പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഉമ്മ ക്യാമറയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ചിരിക്കും മാറിയിട്ട് എന്താണ് കേട്ടോ അത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദാ മാമാൻ്റെ വകയിലൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നുണ്ട്. അതിൻ്റെ കഥ പിന്നെ പറയണില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദാ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും അവിടെ ഷെയർ ചെയ്യാണ്. ഐറുവാണ് മുന്നിട്ട് നിന്നിട്ട് അവൾക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് കണ്ടോ. കൈയിട്ട് മാന്തിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് നിന്ന് വരെ എടുക്കുന്നുണ്ട്. സോ നമ്മളെ ഫുഡും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 3 നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെടാപ്പാടി എങ്ങും കയറിയുള്ളൂ. ഒന്നിനെ നിർത്തുമ്പോൾ ഒന്ന് അപ്പുറത്തേക്ക് ഓടും. അപ്പോൾ അങ്ങനെ 2, 3 ഫോട്ടോസ് കിട്ടിട്ടോ അവസാനം. പിന്നെ ഒരു 2:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും വിശന്ന് വലയാൻ തുടങ്ങി. സോ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇതാക്കി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കെന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ള, ഞാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം എന്ന് അറിയില്ല, അങ്ങനെ ഒരു ദിവസമായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ ഈ ചിരി എന്നും ഉണ്ടാവട്ടെ. ഉമ്മാക്ക് ആരോഗ്യവും ആയുസ്സും പഠിച്ചോണം നീട്ടിക്കൊടുക്കട്ടെ. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരും. അതുവരേക്കും ടാറ്റാ.